ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് 650+ മാർക്സ് സ്കോർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയായിരുന്നു ഒരു 650+ നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 650 നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, 720 നിങ്ങളൊരു 650 നീറ്റ് എക്സാമിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ എയിംസ് പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊരു ബേസിക് റിക്വയർമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് പണ്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 650 കിട്ടിക്കഴിഞ്ഞാൽ എയിംസ് ഉറപ്പാണ് എന്ന് പറയുന്നിടത്ത് ഇപ്പം നിങ്ങൾ 650 എങ്കിലും സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുള്ളൂ എന്ന അവസ്ഥയിലായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്, അതായത് 720 ഔട്ട് ഓഫ് 720. അതായത് നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു 650 നിൽക്കുകയല്ല വേണ്ടത്, ഇപ്പം നമ്മൾ ഏത് എയിം ചെയ്യണം, 720 തന്നെ എയിം ചെയ്യണം. ഓക്കെ, അങ്ങനെ ആയതിൽ ഈ ഒരു റേഞ്ചിൽ വന്നെങ്കിൽ മാത്രം നമ്മളൊരു നല്ല കോളേജ് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പം നിങ്ങളുടെ ലെവലുള്ളത്, നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ലെവലുള്ളത്. അപ്പം നമ്മൾക്ക് ഈ ഒരു മാസം കൊണ്ട് മിനിമം നമ്മൾക്ക് ഇത്രയെങ്കിലും സ്കോർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് മിസ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ മിസ് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സിൻസിയറായിട്ട് എന്ത് റിസൾട്ടാണ്, എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അതിനനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങളോട് മിസ്സിന് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഏകദേശം എത്ര സ്കോറാണ്, നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൽ നിന്ന് നമ്മൾ എയിം ചെയ്യാൻ പോകുന്നത് 650+ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുക, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണോ? ഓക്കെ, ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ എന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുക. റെഡി? ചോദിച്ചു. അപ്പോൾ നമ്മളോട് കുറേ ചിന്തിക്കുകയൊന്നും വേണ്ട. ഇസ് ദാറ്റ് പോസിബിൾ, എന്നെക്കൊണ്ടിത് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത്, ഓക്കെ, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം മിസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സിൻസിയറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സിലൊരു സ്ട്രോങ് യെസ് എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ സ്ട്രോങ് അല്ലെങ്കിലും ആ യെസ് എന്നെ കൊണ്ടത് പറ്റും എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം, ഇത് എന്നെ കൊണ്ട് പറ്റും. അല്ലാതെ നമുക്കൊരു സെൽഫ് ഡൗട്ടിങ് മൈൻഡോട് കൂടി നിങ്ങൾ ഈ ഒരു മാസം ചിലവഴിക്കരുത്. ഓക്കെ, അത് വേസ്റ്റ് ആയി പോകും. നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ച് മാത്രം ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ആദ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. ഇത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും, അല്ലേ? റിസൾട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ 100% പഠിച്ചിരിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റും, അല്ലെ? ഞാൻ 650 മാർക്ക് വാങ്ങിക്കും എന്നുള്ളതിനേക്കാൾ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, എന്തായാലും ഞാനിത് ചെയ്തിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ സിമ്പിളാണ്. നമ്മളുടെ കയ്യിൽ ഒരു മാസമാണ് സമയമുള്ളത്. കഷ്ടിച്ചൊരു മാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ലാസ്റ്റത്തെ ഒരു 1 വീക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഒരു 20 ഡേയ്സ് അല്ലേ നമുക്ക് വേണേൽ പിടിക്കാം, ഒരു 25 ഡേയ്സ് മാക്സിമം നമുക്ക് പിടിക്കാം. റെഡി? അപ്പോൾ അതിൽ നമ്മൾക്ക് പുതിയ കാര്യങ്ങളൊന്നും ഇനി പഠിച്ചിരിക്കാൻ സമയമില്ല. നമ്മൾക്ക് ഏറ്റവും നിങ്ങളുടെ കീ പോയിന്റ് ഫോർ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മിസ് ഇത് എങ്ങനെയാണ് റിവൈസ് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി ചിലപ്പം ഈ നീറ്റൊക്കെ +1 +2ൻ്റെ കൂടെ പഠിച്ച ആളാണെങ്കിൽ അതിൻ്റെ കയ്യിൽ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാകും. ഈ നോട്ട്സ് നിങ്ങൾ വായിക്കുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് ഈ നോട്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, ഈ നോട്ട്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുക. അപ്പം മിസ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ടേ മക്കളെ? ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടീസിന് നല്ലതാണ്. പക്ഷെ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് അതിനുള്ള സമയമുണ്ടോ? ബയോളജിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് +1 +2ലെയും, കെമിസ്ട്രിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് +1 +2ലെയും, ഫിസിക്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ് +1 +2ലെയും, എനിക്ക് അതിന് സമയമുണ്ടോ? നമ്മളൊന്ന് എനിക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം, ഈ ബുക്ക് പഠിക്കണം, ആ ബുക്ക് പഠിക്കണം, എല്ലാത്തിൻ്റെ പിന്നാലെ ഓടുന്ന സമയം നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എത്ര സമയമുണ്ട്? ഇതിൽ നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന മെയിൻ പോയിന്റ് റിവിഷനാണ്. നിങ്ങൾ ഇതിലെല്ലാറ്റിൻ്റെയും പിറകിൽ ഓടുമ്പോൾ നിങ്ങൾക്ക് ഈ റിവിഷന് സമയം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ +1 +2 നീറ്റൊന്നും പഠിച്ചിട്ടില്ല, മിസ് എൻ്റെ കയ്യിൽ പ്രോപ്പർ നോട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കിൻ്റെ നിങ്ങൾ +1 +2ന് വേണ്ടി പഠിച്ച സമയത്ത് എന്തെങ്കിലും നോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ആ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതിൽ നമ്മുടെ ക്രാഷ് ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ നമ്മൾ തിയറി പ്ലസ് ഒരു റിവിഷൻ പോലെയൊക്കെ പോകുന്നുണ്ട്. ആ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം ആ ലൈവിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുക്കേണ്ട കാര്യമാണ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അല്ലാതെയും അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ബാച്ചിലുണ്ടെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം ഈ കാര്യങ്ങളാണ്.
അപ്പം മിസ് എന്താണ് ഈ കാര്യങ്ങൾ ഇത്രയും അത്യാവശ്യം എന്ന് പറയാൻ ചോദിച്ചാൽ, ഇത് നമ്മൾ ആക്ച്വലി റിവൈസ് ചെയ്യുകയാണ്. നമ്മൾ +1 +2 പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. ഈ ഒരു മാസം നമ്മൾക്ക് അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. റെഡി? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ ഇനി എന്താ ചെയ്യുക, രാവിലെ ഇനി പല്ല് തേക്കണോ, കുളിക്കണോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ പഠിക്കണോ, ഏത് ചാപ്റ്റർ പഠിക്കും, ബയോളജി പഠിക്കണോ, +1 പഠിക്കണോ, +2 പഠിക്കണോ, രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ നിങ്ങൾക്ക് ഇടവരരുത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ദിവസം നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വ്യക്തമായ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, എന്നിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ റെഡിയാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ നമ്മളൊരു ടൈം ടേബിൾ വരും. നാളെ ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇതാണ് ക്ലാസ്, വൈകിട്ട് ഇതാണ് ക്ലാസ്. അതേപോലെ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം. ഈ നാളത്തെ ഒരു ദിവസം നിങ്ങളിപ്പോൾ ഒരു ദിവസത്തിന് നിങ്ങൾക്ക് 3 സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ എന്താണ് ടൈം പറയാത്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതൊക്കെ ടൈമാണോ അവൈലബിൾ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനിടയിൽ കുട്ടി കുട്ടി ബ്രേക്കുകൾ മിസ് വെച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രെച്ച് ഇരുന്ന് പഠിക്കണം എന്നല്ല. നിങ്ങൾ എത്ര മണിക്കാണോ എഴുന്നേൽക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഇത്ര മണിക്കൂർ ഞാൻ ഇത് പഠിക്കും, ഇത്ര മണിക്കൂർ ഞാൻ ഇത് പഠിക്കും, ഇത്ര മണിക്കൂർ ഞാൻ ഇത് പഠിക്കും എന്നുള്ളത് നിങ്ങൾ തലേ ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. എത്ര മണിക്കൂറുകൾ പഠിക്കുന്നു എന്നതിലല്ല, നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാൻ ചെയ്ത കാര്യം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം എൻ്റെ മക്കളെല്ലാവരും നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പഠിത്തത്തിൻ്റെ ഇടയിൽ നമ്മൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്ലീപ്പ്, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ വാട്ടർ അല്ലേ, നമ്മുടെ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വീക്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരു വീക്ക് അവസാനിക്കുന്ന സമയത്ത് ആ വീക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം തന്നെ നിങ്ങൾ ആ വീക്കെൻഡിൽ റിവൈസ് ചെയ്തിരിക്കണം. റെഡി? അതാണ് മിസ് പറഞ്ഞത്, റിവിഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഒത്തിരി പുറമേയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുകയല്ല വേണ്ടത്, പകരം നമ്മൾ NCERT ഫോക്കസ് ചെയ്യുക. NCERTയിലുള്ള കാര്യങ്ങൾക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ തിയറീനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ അലക്സ് സാർ നിങ്ങൾക്ക് ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ NCERT മാത്രം പഠിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത് നിങ്ങൾക്കൊരു 580+ ക്വസ്റ്റ്യൻസ് അല്ലേ, 580 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ NCERT മാത്രം പഠിച്ചാൽ കഴിഞ്ഞ വർഷങ്ങളെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. റെഡി? അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസങ്ങളിൽ എൻ്റെ മക്കൾ ഭയങ്കര നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത്. എന്നെക്കൊണ്ട് പറ്റുമോ, സെൽഫ് ഡൗട്ട് അടിക്കുക, കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതിന് മുൻപ് തന്നെ പറ്റുമോ പറ്റില്ലയോ, അല്ലെങ്കിൽ അത് അങ്ങനെ ആയാലും എന്താക്കും, ഇത് ഇങ്ങനെ ആയാലും എന്താക്കും, ഇത് നമ്മളെ നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ ബാക്കോട്ടേക്കോ ആയിരിക്കും വലിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുക. അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതെൻ്റെ മക്കളെ എല്ലാവരും ചെയ്ത് നോക്കും എന്ന് കരുതുന്നു. എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല മാർക്സ് കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. പ്രിപ്പറേഷൻസ് ഒക്കെ സ്ട്രോങ് ആക്കുക, ഹെൽത്തി ആയിരിക്കുക, ഫിസിക്കലി മെൻ്റലി. ഓൾ ദി ബെസ്റ്റ്.